ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 20. സൈമണിൻ്റെ വീട്ടിലെ നവോന്മേഷം. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 18-ാം വാക്യം. സൈമണിൻ്റെ വീട്ടിലേക്കുള്ള എൻ്റെ യാത്ര അവിസ്മരണീയമായിരുന്നു. നക്ഷത്ര ഖചിതമായ ആകാശത്തിൻ്റെ കീഴിൽ അത്താഴത്തിന് കെനിയയിലെ നാഹുരുരുവിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. ആ വീടിൻ്റെ മൺതറയും വിളക്കിൻ്റെ വെളിച്ചവും സൈമണിൻ്റെ പരിമിതമായ വരുമാനത്തെ പ്രതിഫലിപ്പിച്ചു. എന്തായിരുന്നു അവിടെ നിന്ന് കഴിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ അവൻ്റെ അതിഥികളായി വന്നതിനാൽ സൈമൺ ഉണ്ടായ സന്തോഷം എനിക്ക് മറക്കാനാവാത്തതാണ്. അവൻ്റെ സ്നേഹം നിറഞ്ഞ ആതിഥ്യം യേശുവിൻ്റെ മനോഭാവത്തോടായിരുന്നു. നിസ്വാർത്ഥവും ജീവിതത്തെ സ്പർശിക്കുന്നതും ഉന്മേഷദായകവും. 1 കൊരിന്ത്യ ലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒരു കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. സ്തേഫാനോസിൻ്റെ കുടുംബം. അവരുടെ ശുശ്രൂഷ പ്രസിദ്ധമായിരുന്നു. അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു. അവരുടെ സേവനം ഭൗമികമായ കാര്യങ്ങളിലായിരുന്നുവെങ്കിലും അതിൻ്റെ സ്വാധീനത്താൽ പൗലോസ് എഴുതി, അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. മറ്റുള്ളവരെ സൽക്കരിക്കുവാൻ അവസരങ്ങളുണ്ടാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളിലും അതുപോലുള്ള മറ്റു കാര്യങ്ങളിലും നാം കൂടുതൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ അവ പ്രാധാന്യമുള്ളതാണെങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലെന്ന് നമ്മൾ ചിലപ്പോൾ മറക്കുന്നു. മനോഹരവും മികച്ചതുമായ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. പക്ഷേ ഒരു ഭക്ഷണത്തിനും നമ്മെ പൂർണ്ണമായി പരിപോഷിപ്പിക്കുവാനും നമുക്ക് ഉന്മേഷം നൽകുവാനും സാധിക്കുകയില്ല. യഥാർത്ഥ പോഷണം ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകി വരേണ്ടതാണ്. അത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലും എത്തും. അത് ഭക്ഷണശേഷവും വളരെ നാൾ അവരെ പോഷിപ്പിക്കുകയും ചെയ്യും. ചിന്തിക്കുക, മറ്റുള്ളവരുടെ ആതിഥ്യ മര്യാദയോ സ്വീകരണമോ നിങ്ങൾക്ക് അവിസ്മരണീയമായി തീർന്ന സന്ദർഭങ്ങൾ ഉണ്ടോ? നിങ്ങൾ മറ്റുള്ളവർക്ക് ആതിഥ്യമരുളുന്ന അത്തരം അവസരങ്ങൾ ആത്മീകമായി കൂടുതൽ അർത്ഥവത്താക്കുവാൻ എന്തു മാറ്റം വരുത്തുവാൻ കഴിയും? ദൈവത്തിന് മഹത്വം.